അപ്പോൾ ഗൈസ് 6:30 കേട്ടോ, 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെങ്ങോട്ടും പോവല്ല കേട്ടോ, ഇൻഷാട്ടം പോവാണ് ഗൈസ്. ഞാൻ ഗേറ്റ് തുറന്നിറക്കാൻ വന്നത് വണ്ടി കയറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഗൈസ് 6:30 ആയിട്ടുള്ളൂട്ടാ. ഇനി എന്നും ഇൻഷാട്ടൻ ഈ നേരത്താവും പോവുക. അയ്യോ നല്ല മഞ്ഞുണ്ട് കേട്ടോ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കിച്ചണിലെ പണി ഫുള്ള് കഴിഞ്ഞു. 6:30 ആയതുകൊണ്ട് തന്നെ തേജുവിനെ എണിപ്പിക്കാറും ആയിട്ടില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് വിളക്ക് കത്തിച്ചിട്ടായിട്ട് പോയിക്കണം. വിളക്ക് ഇൻഷാട്ടൻ എനിക്ക് കഴിക്കാനെ കത്തിച്ചു കുളിച്ചിട്ട്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി തൊട്ടിട്ട് ഞാൻ 6:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 6:30 ആകുമ്പോൾ കഴിഞ്ഞാലും എനിക്ക് കുറച്ച് പണിയാണുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6:30ക്ക് പണി കൊണ്ടുപോകാനുള്ളതും എല്ലാതും ആയിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് അടിച്ചൊരു തുടച്ച് കുളിക്കാനുള്ള നേരമുണ്ട്. കാരണം തേജുവിന് ഒരു 7:15 7:30 ആകുമ്പോൾ ഏൽപ്പിച്ചാൽ പോലും നമുക്ക് 8:30 ആകുമ്പോഴേക്കും എന്നെ വണ്ടിയിൽ വിടാവുന്നതുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുളിക്കാൻ നിൽക്കണില്ല. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോയാണ്. അപ്പോൾ ഇന്നലെ കുറേ പേര് ക്ലീനിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ രീതിക്ക് അടിച്ചു വരുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഹാള്, അതുപോലെ നമ്മുടെ കിച്ചൺ, അങ്ങനെ റൂമുകൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ അധികമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല എന്നുള്ളൂ, വല്ലാത്ത ഉറപ്പിക്കലായി പോവും. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ വിളക്കാണ് വരണത്. എനിക്ക് അറിയുണ്ടായിരുന്നില്ല വിളക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ. വിളക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ ഡേറ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്നായി എന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാൾ പിരിവിന് അമ്പലത്തിൽ നിന്ന് വരുമല്ലോ, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എന്നിട്ട് നാണക്കേടായി പോയത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ കുറേ പേരെ അറിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിരിവിന് ആൾക്കാരൊക്കെ വന്നു പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ തുച്ഛമായൊരു പൈസയെ കൊടുത്തത്. അപ്പോൾ അവരിങ്ങനെ കണ്ണൂർട്ടിട്ട് എന്നെ നോക്കിയേ ഇതെന്തത് ചോദിച്ചിട്ട്. സംഭവം നമ്മുടെ അടുത്ത അമ്പലമല്ലേ, നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുക്കണ്ട. അപ്പം എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ പിരിവിന് എന്തിനേലൊക്കെ വരണവരങ്ങനെ കിളി പോയിട്ട് നിൽക്കുകയായിരുന്നു. കാരണം നമ്മൾ അന്ന് ഷൂട്ടിലുള്ള ഡേ ആയിരുന്നു. അപ്പോൾ പുറപ്പെട്ടിട്ട് വേഗം പോകേണ്ട തിരക്കിലായിരുന്നു ഒരു വന്നത്. വിൻഷേട്ടൻ ബാത്റൂമിലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ നോട്ടീസൊക്കെ വായിച്ചത്. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച തന്നെ ശനിയാ തോന്നുന്നു. ശനിയാഴ്ച, വെള്ളിയില്ല കേട്ടോ, ശനിയാഴ്ചയാണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കണം ഫുള്ള് അകത്ത് കേട്ടോ. വലിയ ക്ലീൻ ആക്കാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, ചെറുതായിട്ട് തന്നെ ഉള്ളൂ. പിന്നെ പുറത്തത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മിറ്റടിക്കുമ്പോൾ ഓൾറെഡി പുല്ലൊക്കെ പറിച്ചിട്ട് ഇപ്പം അങ്ങനെ പുല്ല് പിടിക്കണില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോൾ, മുറ്റടിക്കണതിൻ്റെ ഒപ്പം തന്നെ 3-4 ദിവസം കൂടുമ്പോൾ ഞാനിങ്ങനെ പുല്ല് വരണത് പറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുറ്റത്ത് ചെറിയ രീതിക്ക് തന്നെ ഉള്ളൂ, മുറ്റത്ത് അധികം വലിയ ക്ലീൻ ആക്കാനൊന്നും. അപ്പോൾ ഒന്ന് ചെറുതായി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണത്തിനോ അല്ല മലയ്ക്ക് പോണതിൻ്റെ ടൈമിൽ ക്ലീൻ ആക്കിയതല്ലേ, അപ്പം ആക്കിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണെന്നാണ് ഞാൻ പറയണത്. പിന്നെ ഇപ്പം ഞാൻ ബെഡ്റൂമിൽ ഇന്നലെ ഞാൻ തുണികൾ കൊടുത്തിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കിടക്കാൻ. അപ്പോൾ ഞാൻ തുണികളൊന്നും മടക്കാൻ നിന്നിട്ടില്ല. തുണികൾ ആദ്യം മടക്കി വെക്കണം. ആ റൂം ഓൾറെഡി ഞാൻ 3 ദിവസം മുന്നേ തോന്നുന്നു ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച്, അവിടെ അധികം ഇല്ലല്ലോ, ജനലും കട്ടിലിൻ്റെ അടി തന്നെ ഉള്ളൂ. അവിടെ ഒരു വട്ടം ഞാൻ ഇപ്പോൾ 3 ദിവസം മുന്നേ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കി അധികം ആക്കാനൊന്നും ഇല്ല. ഫാനമ്മ പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് കിടക്കുകയാണ്. തുണികളൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ തേജുവിനൊക്കെ വിളിക്കണുള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ റൂമിൻ്റെ അവസ്ഥ. ഇവിടെ ഒന്നുമില്ല, ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. ഇവിടെ പിന്നെ ആരും കിടക്കണില്ലല്ലോ, ബെഡ്ഷീറ്റൊക്കെ മാറ്റി ക്ലീൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതേ ഞാൻ തുണികളൊക്കെ കൊണ്ട് മടക്കി വെച്ചു കേട്ടോ. ഇനി ജനലൊന്ന് തുറക്കാൻ വെച്ചിട്ടാണ്. തേജുവിനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂട്ടാ. തേജപ്പം നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല.
ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ തേജുവിനെ അനുപ്പിച്ച് കുളിപ്പിച്ച് അവനെ കൊണ്ടാക്കണത് എടുക്കാം. അപ്പം അല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര ലാഗായിട്ട് പോവും. ഞാൻ ജസ്റ്റ് രാവിലെ ഇങ്ങനെ വിൻചേട്ടൻ ഫോൺ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ അതന്നെ തേജുവിനെ ഏൽപ്പിക്കുക, കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അവനെ ഡ്രസ്സ് മാറ്റി സ്കൂൾ വണ്ടിയിൽ കയറ്റണം. നേരത്തെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് നേരെ അവനെ വിട്ട് കഴിഞ്ഞാൽ നേരെ ക്ലീനിങ്ങിന് കയറുള്ളൂ കേട്ടോ. അപ്പം കാണാം. അപ്പോൾ ഗൈസ് തേജു പോവാട്ടോ. തേജു ഷൂ ഇടുക കേട്ടോ. തേജുനൊക്കെ പുതിയതല്ലേ. തേജുവിന് ഇന്നലെ പുതിയ കുപ്പി കൊടുക്കുന്നുണ്ട് വിൻചേട്ടൻ. സ്പൈഡർമാൻ്റെ കുപ്പിയല്ലേ കൊടുന്ന്? സ്പൈഡർമാൻ്റെ കുപ്പി കൊടുക്കുന്നുണ്ട്. ടിഫിൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് തേജുവിന്, ചോറ് കൊണ്ടുപോകാനുള്ളത് ഒക്കെ പുതിയത്. അപ്പൊ ഷൂ പുതിയത്, സ്കൂളിലേക്ക് പുതിയത് ഇട്ടിട്ടൊക്കെ പുതിയത്. എന്നത് പുതിയ കുട്ടിയായിട്ടാ പോണ്. വാച്ച് പുതിയതൊന്നല്ല, വാച്ച് ഇപ്പൊ നാളിട്ട് പോയതല്ലേ. അപ്പൊ തേജു സ്കൂളിൽ പോയിട്ട് വേണം എനിക്ക് എന്റെ പണികൾ തുടങ്ങണമെങ്കിൽ അല്ലേ? അല്ല, അമ്മ കുളിച്ചു കൊണ്ടുവരാറുണ്ട്. എന്തിന്? തേജ് പെൺകുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കി തേജു ഒന്ന് ഇങ്ങനെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരു പൂവൊക്കെ വെച്ചിട്ടല്ലേ പോവുക അല്ലേ? അല്ലേ? ആ പെൺകുട്ടിയാണെങ്കിൽ വേഗട് ഇവിടുന്ന് കയറാം. എന്റെ കുളി കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് കയറാട്ടോ. നമ്മുടെ വീടിന്റെ പഠിക്കുന്ന കയറാട്ടൊന്ന് അങ്ങോട്ട് നടക്കണ്ട. നമ്മുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഗൈസ് പിന്നെ പറഞ്ഞയച്ചിട്ട് കാണാട്ടോ. അപ്പൊ തേജു ഒരുങ്ങിയത് കാണിച്ചെന്താ. തേജു ബാഗ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കും. തേജു ബാഗ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തേജു ബാഗ് ഇട്ടിട്ട് സ്കൂൾ ബോയ് ആയിട്ട് നിക്കട് കാണിച്ചു തരാട്ടാ. ബൈ പറയും. ഗൈസ് തേജപ്പം പഠിക്കാൻ പോവാണ്. തേജുന്റെ ബാഗ് നല്ല കനുണ്ട് അല്ലേ തേജുവോ? ഇല്ലേ? ബാ അമ്മ ബാഗ് പിടിക്കാം. അങ്ങനെ തേജുവിനെ ഞാൻ വണ്ടിയിൽ കയറ്റി വിട്ടുട്ടാ. എനിക്ക് ടാറ്റ തരേണ്ടിയിരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി നമ്മുടെ ഗോതയിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അവിടെ വീടിൻ്റെ പണി തുടങ്ങണോണ്ടോ അതിന് കല്ലും ഇതൊക്കെ കൊടുത്തിട്ടിട്ട് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടാ. ഇനി ഞാൻ പതുക്കെ തുടങ്ങട്ടെ. ചായ കുടിക്കണ്ടേ വെച്ചിട്ടാണ് നിൽക്കുന്നത്. തേജു ഒരു ദോശ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കുടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഫുള്ള് കഴിച്ചിട്ടില്ല. 2 എടുത്തിട്ടുണ്ടാവും. 1 കഴിച്ചുള്ളൂ. 1.5 കഷ്ണം കഴിച്ചിട്ടുണ്ടാവും. അപ്പം ബാക്കി അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ പണികൾ എനിക്ക് ഫുഡ് കഴിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് കിതയ്ക്കും. എനിക്ക് ഭയങ്കര മപ്പടിക്കും. എനിക്ക് ഫുഡ് കഴിക്കാണ്ട് എല്ലാ കാര്യം ഇപ്പം എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് ഫുഡ് കഴിക്കാണ്ട് ചെയ്യാൻ ഇഷ്ടം. അതാകുമ്പോൾ ഞാൻ വേഗം ചെയ്യും. പിന്നെ ആ റെസിപ്പിയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ കഴിച്ചിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ പേരിന് ജസ്റ്റ് അതൊന്ന് കഴിക്കുക വെച്ചിട്ടാണ്. കുഞ്ഞിത് അല്ലെങ്കിൽ വേസ്റ്റ് ആവുമല്ലോ. അപ്പം അങ്ങനെ ഇപ്പം തേജ് വണ്ടിയിൽ കയറിയിരിക്കുന്നത്. വണ്ടിയിൽ കയറിയ എല്ലാവർക്കും ആ പുതിയ കുപ്പിയും വാട്ടർ ബോട്ടിലും കാട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓടിപ്പോയിക്കണം. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാ പോയിക്കണം. ഇപ്പം അതിരുന്ന് കാണിച്ചു കൊടുക്കണ്ടാവും. വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ബാഗ് ഊരുണ്ട് വേഗം. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഒന്നുമില്ലെങ്കിൽ കാപ്പിയെങ്കിലും കുടിച്ചിട്ട് ബാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്. വേറെ ഒന്നും കണ്ടല്ല, ആകെ കുരു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് അലോവേര ജെല്ല് ഇട്ടാൽ അലോവേര ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതൊന്ന് വേസിൽ നന്നായി പരട്ടി കൊടുത്തതിന് ശേഷമേ ഞാൻ പണികൾ തുടങ്ങണുള്ളൂ. മുടിയൊക്കെ ഒന്ന് കെട്ടിയിരിക്കണം. അപ്പോൾ സ്മൂത്തനിങ് ചെയ്തിട്ട് ഇന്നാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. 3 ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ 3 ദിവസത്തിന് ശേഷം ഞാനിന്ന് നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം, കണ്ടീഷണറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ സെറ്റായി. പിന്നെ നമുക്ക് ഡെയിലി കുളിച്ച് തുടങ്ങാം. 3 ദിവസമായിട്ട് തല വാഷ് ചെയ്യാത്തതിൻ്റെ ഒരു ജാതി പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് അലോവേര ജെല്ല് കൊടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ മുടി കെട്ടി വെച്ചിട്ടോ. കാരണം 3 ദിവസമായിട്ട് മുടി കെട്ടി വെക്കലുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ മുടിയൊന്നും കെട്ടി വെച്ചിരുന്നില്ല. അപ്പോൾ ഇത് ഇന്നാണ് കേട്ടോ മുടിയൊന്ന് കെട്ടണത്. അങ്ങനെ ഇതേ മുടി കെട്ടി വെച്ചു. ആദ്യം ബണ്ണ് ചെയ്യാട്ടോ ചെയ്തത്. ക്ലിപ്പ് ഇടാൻ എനിക്ക് എന്തോ കംഫർട്ടായിട്ട് തോന്നിയില്ല. എപ്പോഴും അഴിഞ്ഞ് വന്നാലോ തോന്നി. അങ്ങനെ ഞാൻ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്. നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. രാവിലെ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലിപ് ബാം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ യൂസ് ചെയ്യണ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ വേറെ ഒന്നുമല്ല, വലിയ കാര്യമായിട്ടുള്ള ക്രീമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ അലോവേര ഇല്ലേ, അലോവേര ആ ജെല്ലൊന്ന് ഫേസിൽ നന്നായി പരട്ടി കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പണിയെടുക്കണതിൻ്റെ ഇടയിൽ വെറുതെ ആവുമല്ലോ, വെറുതെ നിൽക്കാവുമല്ലോ. അപ്പം ഞാൻ കുളിക്കണേക്കാൻ മുന്നേ കുറേ നേരമുണ്ട് കഴുത്തിലും മുഖത്തൊക്കെ ഈ ഒരു അലോവേരയുടെ അത് മുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കട്ട് ചെയ്യണതും ഇതൊക്കെ. അപ്പോൾ അത് അതിങ്ങനെ ഒരു പീസാക്കി കട്ട് ചെയ്തിട്ട് നന്നായി മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഡെയിലി സ്കിൻ കെയർ ചെയ്യണ ഒരാളൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ ഓരോന്നൊക്കെ തേക്കുന്നല്ലാണ്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. ഫ്രണ്ട് ഭാഗം എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഒരു വീട് പണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഇന്ന് എന്തോ പണിയൊക്കെ തുടങ്ങുന്നുണ്ട് തോന്നുന്നു. കുറേ വണ്ടിയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്ന് അവിടെ ഇപ്പോൾ പണി തുടങ്ങാൻ പറ്റും എനിക്ക് അവിടെ ഫ്രണ്ട് പോർഷൻ ക്ലീൻ ആക്കാൻ പറ്റും തോന്നുന്നു. കുറച്ച് കണ്ട് ക്ലീൻ ആക്കാൻ അവരിപ്പോൾ പോവും. ഇനിയിപ്പോൾ മണ്ണ് നിരപ്പാക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇവിടെ ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹാളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാൻ പോവാം ഞാൻ. അപ്പോൾ ഫ്രണ്ട് ഇപ്പം എന്തായാലും അവിടെ അങ്ങനെ എടുക്കട്ടെ, അതെപ്പോൾ ഒരു വഴിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ തേജിൻ്റെ വണ്ടി ഫ്രണ്ടിലുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് ക്ലീനിങ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നില്ല, അധികം ക്ലീൻ ആക്കാൻ നിന്നില്ല. അപ്പോൾ ഹാളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഇപ്രാവശ്യം അപ്പോൾ സോഫയൊക്കെ നീക്കി നമ്മുടെ ജനലൊക്കെ ഫുള്ള് തുടച്ച് ക്ലീനാക്കി. ജനലയുടെ ചില്ല് മിറർ ഉണ്ടാവില്ല, അവിടെയൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അപ്പുറത്ത് കൂടെ എന്നെ ചെന്ന് തുടച്ചു, കാരണം എനിക്ക് ഉള്ളിൽ കൂടെ കൈയിട്ട് തുടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ തുടച്ചു. പൊടിയും ഇതും ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡും കൂടിയും തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ക്ലീനിങ് സെക്ഷനൊന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല, കാരണം ഇടയിൽ ചാർജിൻ്റെ ഒരു പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇടയിൽ കുത്തി വെച്ചിട്ടൊക്കെ ആയിട്ട് എടുക്കണത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്, കാരണം ഓരോ സൈഡിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യണം, ഒപ്പം നമ്മുടെ പണി നടക്കണം, അവിടെ ക്ലീനിങ് നടക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതേ ഫാനുമത്തൊക്കെ പൊടിയായിട്ട് തുടയ്ക്കണത് എന്താണാവോ, നല്ല രീതിക്ക് പൊടി പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോൾ ഭാഗത്തേക്ക് നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, വെളിച്ചം കണ്ടില്ല, അവിടെ നല്ല ഓപ്പണാണ്. അതുകൊണ്ടാണ് തോന്നുന്നു എല്ലായിടത്തേക്ക് നല്ല രീതിക്ക് പൊടി. ശരിക്കും മന്ത്ലി നമുക്കൊരു 2 വട്ടമെങ്കിലും ക്ലീൻ ചെയ്താൽ പോലും, ഇതുപോലെ ഓൾ ക്ലീൻ ചെയ്താൽ പോലും നമുക്കങ്ങനെ പറ്റണില്ല, കാരണം അത്രയും പൊടി വരുന്നുണ്ട്. ഡെയിലി പൊടി അത്രത്തോളം ഉണ്ട് വീട്ടിൽ. അത് എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല കറക്റ്റ്, ഇങ്ങനെ ഉണ്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ നമ്മുടെ വീട്ടിൽ നല്ല രീതിക്ക് പൊടി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാറാലകൾ അധികമില്ല, മാറാല ശല്യം ഒന്നും അധികമില്ല, പൊടിയുടെ ശല്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാറാലയൊക്കെ ഇത് ഞാൻ ചൂരോണ്ട് തട്ടുണ്ട്. ഇപ്പോഴും അതേ മാറാലയുടെ ആ തട്ടണ സാധനം വാങ്ങണം വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മുകളിലേക്കാട്ടോ നേരെ ചെല്ലണത്. മുകളിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി ക്ലീൻ ആക്കുന്നില്ലല്ലോ, ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ മുകൾ ഭാഗം ക്ലീൻ ആക്കാറുള്ളൂ. ഇപ്പം ഏകദേശം 1 മാസത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കട്ടെ നമ്മളിങ്ങനെ ഇതുപോലെ ഓൾ ക്ലീൻ ആക്കിയിട്ട്, എന്നാൽ മലയ്ക്ക് പോകുന്ന നോമ്പ് തുടങ്ങുന്ന ടൈമിൽ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുള്ളതാട്ടോ. അപ്പം അത്യാവശ്യം ആയിട്ടുണ്ട്, അതുകൊണ്ടും കൂടി ആയിരിക്കാം പൊടികൾ ഇങ്ങനെ. എന്തായാലും ഞാൻ ഡെയിലി അടിച്ചു തുടയ്ക്കുന്ന ഒരു വീടാണ്, അതാണ് എൻ്റെ സംശയം, എവിടെ നിന്നാണ് ഇത്രയ്ക്കധികം പൊടി വരണത് എന്ന്. പിന്നെ നമ്മുടെ ബെഡ്റൂം ആട്ടാ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഞാൻ 3 ദിവസം മുന്നേ ആയിരുന്നു ഈ റൂം ക്ലീൻ ആക്കിയത്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അടിച്ചോരി ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ കരട് പോലെ കണ്ടപ്പോൾ, അതായത് പല്ലിക്കാട്ടം കുറേ ഉണ്ടാവും, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആ റൂമൊന്നും അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കുക ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അധികമായിട്ട് ഈ റൂമിൽ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചോരിട്ടെ, കാരണം മോൾ ഭാഗം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അടി അടിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്നൊക്കെ പൊടി ഇങ്ങനെ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ മുകളിൽ നിന്നുള്ള പൊടി ഇങ്ങനെ അടിക്ക് വരും. അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്ന് തട്ടി ഒതുക്കിയതിന് ശേഷമാണ് അടിഭാഗം ഫുൾ അടിച്ച് കോരി എടുക്കണത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ വെറുതെ കളിയാക്കാൻ കുറച്ച് പേര് ക്ലീനിങ് വീഡിയോ ഇട്ടാൽ അതെന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ വരുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ വേറെ പണിയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ, ഞാനിപ്പോൾ ഒന്നിനും പോകണില്ല, അതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കണ വീടൊന്ന് ക്ലീൻ ആക്കി കൊണ്ട് നടക്കണമെന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ വല്ല ജോലിക്കോ എന്തിനേലൊക്കെ പോണ ഒരാളാണെങ്കിൽ എനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ആർക്കും പറ്റില്ല. ഇപ്പോൾ വീട്ടിലെ കാര്യം അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ മുക്കും മൂലയും ക്ലീൻ ആക്കിയിട്ട് നടക്കാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ സമ്മതിച്ച് തന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നിനും പോകണില്ല, ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം മാത്രമാണ് എനിക്കുള്ളൊരു ഇത്. അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വീഡിയോസ് എടുത്ത് ഇടുമ്പോഴേക്കും അത്യാവശ്യം സപ്പോർട്ട് കിട്ടാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതൊരു ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്ക് ഇടാനുള്ളൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും
ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിതിൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഷെയർ ചെയ്യണത്. ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നുള്ളൂ, പറ്റാത്ത കാര്യങ്ങൾ ഞാനിപ്പോഴും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ലവ് സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടോ അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നിത് വാഷ് ചെയ്തിട്ട് വരാട്ടെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വീഡിയോ എടുക്കണില്ല എന്നുള്ളൂ. ഇനി നിങ്ങളിത് ഞാൻ വാഷ് ചെയ്യാണ്ട് എല്ലോടും കൊണ്ട് തുടയ്ക്കണമെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഇതൊരു കളറ് നന്നായി മാറി വരുന്നുണ്ട്. അതൊന്ന് വാഷ് ചെയ്തിട്ട് ഇനി ഈ ജനലും കുറച്ച് നേരം തുടയ്ക്കാണ്ട്. ഞാനപ്പോൾ സംസാരിച്ച് വരുന്നതും വീഡിയോയിലുള്ളതും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഞാൻ ഒന്നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ പറയണത്. അപ്പം ഞാനിപ്പോൾ ഇത് ജനലയുടെ അവിടെയാട്ടോ തുടയ്ക്കണത്. ജനലയുടെ കമ്പി സംഭവം തുടയ്ക്കാൻ നല്ല സുഖമായിട്ടോ, തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. അങ്ങനെ നല്ല മിനുസായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ജനലകളുടെ കമ്പികളെല്ലാം അതേ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നൊരു സന്തോഷം, കുറച്ച് പേര് ക്ലീനിങ് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചു വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. കുറച്ച് പേര് അത് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ക്ലീനിങ് വീഡിയോ കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. കാരണം അവർക്ക് ക്ലീൻ ചെയ്യാൻ മടിയുള്ള സമയത്ത് ഇങ്ങനെ ഇപ്പം എൻ്റെ ക്ലീനിങ് വീഡിയോ ഒന്നും മാത്രമല്ല, അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിലർക്കെങ്കിലും ഇതൊക്കെ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ. അതുപോലെ കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട, അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെതായ രീതിയിലുള്ള കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കണ്ടൻസും ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ഷെൽഫ് ഇട്ട മേക്കപ്പ് ഷെൽഫാണ് തുടച്ചേക്കണത്. കുറച്ച് നേരം ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല ചാർജ് നമ്മൾ ഈ ലോങ് വീഡിയോയിൽ എടുക്കണത്, അതുകൊണ്ട് തന്നെ വേഗം ക്യാമറ ഓൺ ആക്കിയാൽ തന്നെ നമ്മുടെ ചാർജൊക്കെ വേഗം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഓഫ് ആയാലോ. ഇനി വല്ല കറണ്ടൊക്കെ പോയി എനിക്ക് ഇതിനൊക്കെ വലിയ പണി വേറൊന്നും കിട്ടാനില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടെ മോൾ ഭാഗം മാത്രം അടിയിലേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചാർജ് ആയപ്പോൾ ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കാം. പിന്നെ അത് ഞാൻ ഫാൻ തുടയ്ക്കാനായിട്ട് കയറിയത്. ഏറ്റവും കൂടുതൽ പൊടി പിടിക്കുന്ന ഫാൻ ഞങ്ങളുടെ ഈ റൂമിലെ ഫാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, AC അവിടെ ഓപ്പൺ അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മോൾ ഭാഗം ഇവിടെ ഒന്നും നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്ന സ്ഥലമൊന്നുമല്ല, അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്, കാരണം ഒരുപാട് പൊടി അതിലേക്ക് ചാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടേക്കോ കുറച്ചും കൂടി പൊടി കണ്ടു കേട്ടോ, മാറാല എന്തൊക്കെ. അപ്പോൾ ഞാനൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റാൻ പോണത് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്ഷീറ്റ് ഞാൻ 2-3 ദിവസം കൂടുതൽ ഉപയോഗിക്കുള്ളൂ. അതിന് ശേഷം ഞാൻ വേഗം മാറ്റും. കാരണം പെട്ടെന്ന് ഒരു പഴകിയ ഫീല് തോന്നും. ഇപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീല് ഈ ഒരു ബെഡ്ഷീറ്റിന് എനിക്ക് തോന്നാറില്ല. ഒരു 2 ദിവസം കിടക്കുമ്പോഴേക്കും ഒരു പഴക്കം വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ സംഭവം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെഡ്ഷീറ്റ് ആണേനും. പക്ഷെ എനിക്കെന്തോ ഒരു ഇഷ്ടക്കുറവാണ് ഈ ബെഡ്ഷീറ്റിനോട്. നല്ല ബെഡ്ഷീറ്റാണ്, പക്ഷെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു തൃപ്തിക്കുറവ്. അപ്പം ഞാൻ 2-3 ദിവസം മാത്രമേ വിരിക്കുള്ളൂ. കാരണം ഞാനിപ്പോൾ മീഷോന്നൊരു ബെഡ്ഷീറ്റും കൂടി നല്ല അടിപൊളി ബെഡ്ഷീറ്റ് റിവ്യൂ ചെയ്യാട്ടാ കിട്ടിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പം അത് വരണ വരെ തൽക്കാലത്തേക്ക് ഇത് ഞാൻ വിരിച്ചിട്ട് നമുക്ക് ഇതുവരെ ക്ലീൻ ആക്കിയതിൽ നിന്നും കിട്ടിയിട്ടുള്ള കരടുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത് മാറാല വക ഐറ്റംസൊക്കെ പൊടിയും നല്ല രീതിക്ക് പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ക്ലീനിങ് ആയിരുന്നു കേട്ടത്. ഒരു ക്രൂഷ്യൽ ഏരിയ എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടത്തെയും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇവിടെ കേട്ടോ. ഇവിടെ ഒന്നും അധികം ഇല്ല കേട്ടോ, കുറച്ച് സിമ്പിളാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ, കിച്ചണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കി ക്ലീനിങ്ങിലേക്ക് പോട്ടെ. അതിന് മുന്നേ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് സോപ്പ് പൊടിയിൽ മുക്കി വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരി കഴിഞ്ഞിട്ടേ ബെഡ്ഷീറ്റ് കഴുകുള്ളൂ, എന്നിട്ടേ തുടയ്ക്കുള്ളൂ. അതുവരെ ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് വരാം കേട്ടോ. എളുപ്പമല്ല കേട്ടോ ക്ലീൻ ആക്കാൻ. അപ്പോൾ ഈ ക്ലീനിങ് വീഡിയോയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട്, എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നല്ല എളുപ്പമാണ്, പക്ഷെ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ വീണ്ടും പറയാക്കണ്, കളിയാക്കുന്നത് പോലെ എളുപ്പമല്ലാട്ടോ ഈ വക കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാനിപ്പോൾ അതേ മേശയുടെ മുകളിൽ പൊട്ടില്ലേ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ വല്ലാണ്ട് ബലം കൊടുക്കാണ്ടാട്ടോ ഫാനൊക്കെ തുടച്ചിരിക്കണത്. പിന്നെ അത് ഈ ഒരു ഏരിയ അങ്ങനെ ലോഡും ഞാനിങ്ങനെ തുടയ്ക്കുക മീൻസ് ഇങ്ങനെ
പൊടി തന്നെ ഉള്ളൂ. അതൊന്നും ഇങ്ങനെ തട്ടി എടുക്കുന്നുണ്ട്. ഈ സൈഡൊന്നും ഒട്ടും മാറാലില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്കിവിടെ അധികം മാറാല ശല്യമില്ല. ചിലയിടത്തൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല മാറാല വരും. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തട്ടണോണ്ടാണ് ആവോ ഇനി. എന്തായാലും മാറാല ശല്യം ഇല്ല, പൊടികളുടെ ശല്യമാണ് ഭയങ്കരമായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നല്ല പൊടിയായിരിക്കും. കാരണം ഇവിടെ ഫ്രണ്ടിൽ വീട് പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പണി നടക്കണതിൻ്റെ പൊടി നന്നായിട്ടുണ്ടാവും. ഇപ്പം തന്നെ അവിടെ മണ്ണൊക്കെ റെഡിയാക്കി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പൊടിക്ക് നല്ലോണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊടിയും കരടും എല്ലാം തട്ടുന്നുണ്ട്. ഫുൾ ക്ലീൻ ആക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം കഴിയണത് അറിയേയില്ല. പെട്ടെന്ന് നമുക്ക് സമയം പോകുന്നുണ്ട് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് നേരം പോവുക. എല്ലാവരും ചോദിക്കും എങ്ങനെ നേരം പോകണം ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നൊക്കെ. പക്ഷേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക, എടുക്കുക അങ്ങനെയൊക്കെ നിൽക്കണോണ്ട് എനിക്ക് നേരം പോവാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നേരം വേഗം പോണത് ഈ ക്ലീനിങ്ങിന് നിൽക്കുമ്പോഴാണ് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് സമയം പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അധികം വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ബോക്സിൻ്റെ ഉള്ളൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ഓൾറെഡി നമ്മളവിടെ പച്ചക്കറി എടുത്ത് വയ്ക്കുമ്പോൾ ക്ലീൻ ആക്കാറുണ്ടല്ലോ. അവിടെ തേജപ്പിന് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഓറഞ്ചും ആപ്പിളൊക്കെ കൈയോടെ കണ്ടു ഇരിക്കുന്നുണ്ട്. എനിക്ക് അറിയിരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. അവന് കൊണ്ടുപോകാനാണ് എടുത്തേക്കുള്ളൂ. ചിലപ്പോഴൊക്കെ ഇട കഴിക്കുള്ളൂ, പക്ഷെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പക്ഷെ വിശക്കണ കാരണം തോന്നുന്നു, കണ്ടപ്പോൾ കഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അപ്പം ഇനി അത് കഴിച്ചിട്ട് തുടങ്ങാൻ പണി. അപ്പം അത് കഴിച്ചിട്ട് തുടങ്ങാൻ പണി. ഇത് ഞാൻ കഴിക്കട്ടെ. നല്ല തണുവുള്ള കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് കഴിക്കാൻ തോന്നുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ നല്ല പൊളി. അപ്പം ഞാനിതിന് കഴിച്ചിട്ട് ഇനി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പം അതേ ഒന്ന് വയറിന് ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ക്ലീനിങ് തുടങ്ങിയിട്ടത് നമ്മുടെ പച്ചക്കറി കൊട്ടയാണ്. അതിൽ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കളഞ്ഞോട്ടെ. കയ്പക്കൊക്കെ വെറുതെ ഞാൻ വാങ്ങി വെക്കും, തൊടില്ല, നാശാക്കി കളയാം. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു ഷെൽഫ് കേട്ടോ, തേങ്ങയൊക്കെ വെച്ചിട്ട് കുറച്ച് പൊടിയും കരടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കി. അതുപോലെ തേജപ്പൻ്റെ പാപ്പുപാത്രം, തേജപ്പൻ്റെ എല്ലാ പാപ്പും നമ്മൾ ഇതിലാട്ട വെക്കുക. അപ്പോൾ അതിൽ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ബിസ്ക്കറ്റ് തണുത്തിട്ടുണ്ട്. ഇടയ്ക്ക് അടയ്ക്കാണ്ട് ഇങ്ങനെ ലൂസിലൊക്കെ വെച്ച് പോയിട്ട് തോന്നുന്നു തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. നല്ലത് മാത്രം അവിടെ വെച്ചു കൂട്ടാം. അങ്ങനെ അവിടുത്തെ എല്ലാ ഷെൽഫും കാര്യങ്ങളൊക്കെ തുടച്ചു. ചെറിയ രീതിക്കുള്ള മാറാലകളും ഒക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ട്. അല്ലെങ്കിൽ പിന്നെ വിൻഷേട്ടൻ വരുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചോരായിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ജനലയുടെ അവിടെ പൊടി അതൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഈ കിച്ചണിലെ സിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് വെള്ളമൊക്കെ കൊടുന്ന് കളയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. എന്നാലും ഒന്ന് അവിടേക്ക് ഒന്ന് കഴുകി എല്ലാവരോടൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ നമ്മൾ പോണത് അവിടെ അടിച്ചോരണല്ലോ ഉള്ള കരടൊക്കെ നമ്മൾ ഇവിടെ എല്ലാം കൊടുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ച് കൂട്ടിനി. പിന്നെ എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും എനിക്ക് സാഹസികമായി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. എന്തെങ്കിലും കട്ടിൽ തിരിച്ചിടുക, അല്ലെങ്കിൽ സോഫ കൊടുന്ന് വലിച്ച് അപ്പുറത്തേക്ക് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അതേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു രീതിയായിട്ട് ഇപ്പം ചെയ്തത്. ഫ്രിഡ്ജൊക്കെ ഒന്ന് വലിച്ച് നീക്കി. കാരണം നമ്മൾ ഹൗസ് വാമിങ്ങിന് കൊടുന്നിട്ട ഫ്രിഡ്ജായിട്ട് ഈ സംഭവം ഞാൻ ഇതുവരെ അനക്കിയിട്ടില്ല. അപ്പം ഞാൻ പ്ലഗൊക്കെ ഊരിയിട്ടൊന്ന് അതിൻ്റെ അടി നോക്കിയപ്പോൾ ഒരു കയ്യിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോയത് എന്ന് പോയതാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉറുമ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉറുമ്പ് പോകണം കണ്ടിട്ടാട്ടോ ഞാൻ അവിടെ ക്ലീൻ ആക്കാൻ നോക്കിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് എങ്ങാനും അങ്ങോട്ട് ചാടിയുണ്ടോയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ നീക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ചെറിയ സാഹസികമായ പണിയാണ്. ലാസ്റ്റ് സെക്ഷൻ കരട് ഇതാണ് കേട്ടോ. ഇതൊക്കെ കോരിയിട്ട് ഇവിടെയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു ക്ലീനിങ്. പിന്നെ തുടയ്ക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നും പറഞ്ഞെങ്കിൽ അധികം ക്ലീൻ ആക്കാനോ മാറാലടിക്കാനോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയൂട്ടാ. കുറച്ച് പണി ഉണ്ടായിരിക്കും, അത് ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് തുടയ്ക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പറഞ്ഞ നെയ്യൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു മെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെയാണ് തുടക്കുകയാണ്. പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു എപ്പോഴും ക്ലീൻ ആക്കുമ്പോൾ എന്താ ബാക്ക് മാത്രം കാട്ടണമെന്ന്. സത്യം പറഞ്ഞാൽ ക്ലീൻ ആക്കുമ്പോൾ ബാക്ക് അല്ലാണ്ടെങ്കിൽ ഫ്രണ്ട് കാട്ടി ക്ലീൻ ആക്കുക. നമ്മൾ തിരിഞ്ഞു നിന്നിട്ടല്ലേ ക്ലീൻ ആക്കുക. ബാക്കിലാണ് നമ്മൾ ക്യാമറ കൊണ്ടുവയ്ക്കുക. എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കളിയാക്കിയതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. ഈ ഒരു ഇവിടെ ഞാൻ ക്യാമറ ഇങ്ങനെ ഫ്രണ്ട് കൊണ്ട് ചെമ്പരുമ്പോൾ കൊണ്ട് ക്യാമറ വയ്ക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വെച്ചിട്ട് ഇനി എടുക്കാൻ പറ്റുള്ളൂ. ഓരോരോ കമൻസ് വായിച്ചിട്ട് ഇടയ്ക്ക് ചെറിയ വരും കേട്ടോ. നല്ല രസമുള്ള കമൻസാണ് വരാറ്.
അങ്ങനെ ഇവിടെ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര സുഖമായി. അല്ലെങ്കിൽ കാരണം വൈറ്റ് പെയിൻ്റ് അല്ലേ, അവിടെ ചളി ആവുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ കാരണം തുടച്ച് ക്ലീനാക്കി എടുക്കാനും കൂടി എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയ ആയിട്ട് ഇവിടെ ഒന്നും നമുക്ക് അധികം പണിയില്ല, കാരണം ഡെയിലി ഇതൊക്കെ തന്നെയാണ് ക്ലീനിങ്. എനിക്ക് അടുക്കളയിലെല്ലാ ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ അത്ര കരടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യം അവിടെ ചെയ്തു. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ വെക്കണ സ്പേസ് ഇല്ലേ, അങ്ങനെ വാഷ് ചെയ്യണ സാധനങ്ങൾ, ജാറ് കാര്യങ്ങളൊക്കെ വെക്കണം, ഈ ഒരു കബോർഡിൻ്റെ അവിടെ ഞാൻ ഡെയിലി ക്ലീൻ ആക്കാറൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനത്തെ ക്ലീനിങ് വരുമ്പോൾ മാത്രം ഒന്ന് ക്ലീൻ ആക്കാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ സ്ലാബും കാര്യങ്ങളൊക്കെ തുടച്ചു. ഇതൊക്കെ ഡെയിലി പറഞ്ഞ പോലെ ഡെയിലി ചെയ്യണത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാത്രം കഴുകുന്ന ആ ഒരു സ്പേസ് അവിടെയൊക്കെ ഒന്നുകൂടി തുടച്ചു, കാരണം രാവിലെ ഞാൻ ചെയ്തില്ല, എന്തായാലും ക്ലീൻ ആക്കുമ്പോൾ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് എല്ലാ കരടുകളും നമ്മൾ അടിച്ച് കോരി കൂട്ടിയെടുക്കുക കേട്ടോ. ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അത് ഞാൻ വെറുതെ അടിച്ചോരുള്ളൂ, നാളെ എങ്ങാനും എനിക്ക് പറ്റുണ്ടായിരിക്കുള്ളൂ, കാരണം അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുൾ ഇതാക്കിയിട്ട് അടിച്ചോറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തുടയ്ക്കണം. ഉമ്മറഭാഗം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ കുറേ ആൾക്കാരുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തിരുമ്പണ കല്ലിൻ്റെ അവിടെ നല്ല വെയിലാണ്, പക്ഷെ ഇപ്പോൾ കൂടി നല്ല വെയിലായതുകൊണ്ട് ഉണങ്ങാൻ സുഖമായിരിക്കും. അപ്പോൾ ഞാൻ വേഗം തിരുമ്പിയിട്ടേ തുടയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ സമയം 12:15 കേട്ടോ, ഉച്ചയാവാറായിട്ട്. കൂളി ഇനി എന്താ കണ്ടേക്കുന്നുണ്ടാവോ, നീരിറങ്ങണാവോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ തിരുമ്പണേൻ്റെ അവിടെ കാണിച്ചു തരാം. തിരുമ്പിയിട്ട് വരാം, എന്നിട്ട് തുടയ്ക്കുമ്പോൾ ജസ്റ്റ് അതും കൂടി എടുക്കാം. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കുന്നില്ല, കാരണം തുടയ്ക്കലും നമ്മളെല്ലാവരും പൊതുവെ ചെയ്യണ പോലെ വേഗം തുടച്ചെടുക്കുള്ളൂ കേട്ടോ. ഞാൻ അവിടെ കാണിച്ചു തരാം. ഗൈസ്, എൻ്റെ തിരുമണ കല്ലിൻ്റെ അവിടെ നല്ല വെയിലുണ്ട്, പക്ഷേ ഈ വെയിലത്തൊക്കെ തോരട്ടാൽ വേഗം ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഞാൻ വെയിൽ കാര്യമാക്കുന്നില്ല, വേഗം പോയിട്ട് തിരുമ്പട്ടെ കേട്ടോ. അപ്പോൾ തിരുമ്പാനായിട്ട് അധികമൊന്നും ഇല്ല കേട്ടോ. ബെഡ്ഷീറ്റും വിൻഷാൻ്റെ ഷർട്ടും തേജുവിൻ്റെ ട്രൗസറും മനിയനും മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കുളിച്ചിട്ടുള്ളത് എനിക്കത് കഴിഞ്ഞിട്ട് കഴുകാൻ പറ്റുള്ളൂല്ലോ. തലേന്ന് തന്നെ കഴുകി ഇടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും കഴുകാണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗത തുടയ്ക്കലൊക്കെ തുടങ്ങിയിട്ടാ. തുടയ്ക്കലൊക്കെ ഞാൻ ഇത്ര തന്നെ എടുക്കണുള്ളൂ, കാരണം ചാർജ് ഇങ്ങനെ ബ്ലിങ് പറഞ്ഞിട്ട് അപ്പം നിൽക്കണത് എൻ്റെ ഫോണിൽ കേട്ടോ. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല, എൻ്റെ പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തുടയും കൂടി ഉള്ളൂ, അപ്പോൾ അത് ഞാൻ തീരും. അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. ചാർജ് കഴിഞ്ഞ് ഓഫാവും ചിലപ്പോൾ. പിന്നെ ഓഫായെങ്കിലും കൂടിയിട്ട് ഇതിലുള്ള കറണ്ട് പോയാൽ എപ്പോഴാണ് വരിക പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സീൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായാൽ പണിയാവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ തുടക്കുന്നതാണ്. വേഗം പോയിട്ട് ഇനി ചാർജ് ചെയ്യാൻ പറ്റുക കേട്ടോ. എന്നിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കുളിക്കുകയാണ് ചെയ്യുക. ചാർജ് ചെയ്യാൻ വെച്ചിട്ടല്ല, തുട കഴിഞ്ഞ് ഞാൻ കുളിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ അത് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടാ. എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തതാട്ടാ. ജസ്റ്റ് ഫുൾ ക്ലീൻ ആക്കിയതിന് ശേഷം എനിക്ക് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ, അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയും കൂടി എടുത്തു. ഈ വീഡിയോയിൽ കണ്ടേക്കാൻ നല്ല രസമായിരുന്നു കേട്ടാ. ഫുൾ ക്ലീൻ ആക്കിയപ്പോൾ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടി. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ വീടൊക്കെ ക്ലീൻ ആക്കുക. ഇപ്പം എന്നും ക്ലീൻ ആക്കാൻ പറ്റാത്തവരുണ്ടാവും. ഞാൻ എപ്പോഴും പറഞ്ഞു, ജോലിക്ക് പോകുന്നവരെയൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവരെയൊക്കെ മാനിക്കണം, കാരണം അവർക്ക് അവിടുത്തെ വർക്ക് വീട്ടിൽ വന്നാൽ അതൊക്കെ കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ, ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെ കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ വീടിനൊരു ഐശ്വര്യമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, കുളി കഴിഞ്ഞു, തുടക്കൽ കഴിഞ്ഞു, തിരുമ്പലൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി സമയം ഞാൻ കറക്റ്റ് പറയാച്ചപ്പോൾ 1:50 ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 1:50, 2 മണിയാവാൻ 10 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ അത് തുടങ്ങി നടന്നു, ഇപ്പോഴാണ് കഴിഞ്ഞത്. ശരിക്കും വീഡിയോസൊക്കെ എടുക്കണ കാരണമാണ് കേട്ടോ ഇത്രയും ലാഗായത്. കാരണം നമ്മൾ വീഡിയോ എടുക്കണോണ്ട് തന്നെ ക്യാമറ ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്യണമല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യും. നോർമലി നമുക്ക് ചെയ്യണ പോലെ ഇങ്ങനെ ഇങ്ങനെ എവിടെയും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാമറ ഓഫ് ആവുന്നുണ്ടോ നോക്കണം, കാരണം ഇത് നമ്മുടെ സ്പേസ് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് തൊരടി പിടിച്ച പണികളുണ്ട്, കൈ കടയുണ്ട്. ഞാൻ ഒന്നിരിക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് തൊരടി പിടിച്ച പണി ഉണ്ട്. ക്യാമറ അങ്ങനെ കുറച്ച് പണി ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ലാഗായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാഗാവും. ഫുൾ ക്ലീനിങ്ങിന് ഞാൻ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചുമ്മാതെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് അങ്ങനെ പോവുള്ളൂ. പക്ഷെ ഇങ്ങനെ മുക്ക് മൂല എടുക്കുമ്പോൾ ഞാൻ 2 ദിവസം മാക്സിമം ചെയ്യാറുണ്ട്, കാരണം നമ്മുടെ ഈ റൂമും അതുപോലെ തന്നെ എന്താ പറയുക
ഡൈനിങ്ങിൻ്റെ ഏരിയയും ഒരു ദിവസം ചെയ്യും, പിന്നെ 2 കിച്ചണും ഞാൻ വേറൊരു ദിവസം ചെയ്യും, അല്ലെങ്കിൽ പിന്നെ കിച്ചൺ ഞാൻ ആദ്യം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിടുന്നത്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ചെയ്തു. പക്ഷേ ടയേർഡ് ആവണില്ല കേട്ടോ, കാരണം വീഡിയോ എടുക്കണത് കൊണ്ടാ തോന്നുന്നു എനിക്ക് അങ്ങനത്ര ടയേർഡായ പോലെ തോന്നിയില്ല, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് കിളി പോയിട്ട് ഇങ്ങനെ ഒരു ഇതാവും. അപ്പോൾ വീഡിയോ എടുക്കണ കാരണം എനിക്ക് അത്ര ടയേർഡായ പോലെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ല വിശക്കുണ്ട്, രാവിലെ കഴിച്ചതല്ലേ. അതും തേജുവിൻ്റെ ബാക്കി ഒരു 3/4 കഷ്ണം ദോശ കഴിച്ചതാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ചോറിന് ഞാനിന്ന് എന്താ ബീട്രൂട്ട് ഉപ്പേരി, സാമ്പാർ, സോയാബീനൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുണ്ണണം. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് എടുക്കണ വീഡിയോ, ഇന്നിപ്പോൾ ഞാൻ ഡേറ്റ് പറയാൻ 12 തോന്നുന്നു. 12 ആവണം ഡേറ്റ് വരിക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നെടുത്ത വീഡിയോയാണ്. മാക്സിമം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി വേഗം വീഡിയോ എഡിറ്റ് ചെയ്യായിരിക്കും, എന്നിട്ട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കൂട്ടാ. പിന്നെ കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ക്ലീനിങ് വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഇപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ കുറേ പേരിലാട്ടാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് വന്നിട്ട് ചേച്ചി ക്ലീനിങ് വീഡിയോ ഇട്, നെഗറ്റീവൊക്കെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ ചേച്ചി ഇട്, ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു എന്നുള്ളൂ. ക്ലീനിങ് വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഡെയിലി ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, അടിച്ച് ഒരു തുടക്കുമ്പോഴൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടൊന്നതാക്കും. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ കുറേ ഉണ്ട് ഇട്ടിട്ട്, അപ്പോൾ എന്തായാലും ഞാനും ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എടുത്തതാട്ടോ. അപ്പം പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം നാളെ എന്തായാലും ചെയ്യാം. കാരണം ഇപ്പം ഞാൻ എന്നും രാവിലെ 4:30 എനിക്കും ഗൈസ്, 4:30 5:30 തന്നെ മുഖ്യ മൂള എനിക്കായിരുന്നു. ഞാനപ്പോൾ 4:30 ആയതുകൊണ്ട് എൻ്റെ എനിക്കില്. അപ്പോൾ ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. നല്ല രസമാട്ടോ. 4:30 എനിട്ടിട്ടുള്ളത് നല്ല രസമാണ്. കാരണം പാട്ട് പോലും ഉണ്ടാവില്ല അമ്പലത്തിൽ. മറ്റേത് അമ്പലത്തിലെ പാട്ടുള്ളതുകൊണ്ട് നമുക്കൊരു അത്ര പേടി തോന്നില്ല. ഇത് ഫുൾ സൈലൻറ്റ്. എവിടുന്നെങ്കിലൊക്കെ ഒരു നായ കുറച്ചു. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു 4:45 ആയിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ ഇവിടെ കുളമല്ലേ, നമ്മുടെ അവിടെ ഉണ്ടല്ലോ കുളം പിന്നിൽ. അപ്പോൾ ആ കുളത്തിൽ സ്വാമിമാർ കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരണം വിളി കേൾക്കാം. കാരണം ഇന്ന് ഞാൻ ആ ശരണം വിളി കേട്ടിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോഴേ ഈ സമയത്ത് എന്താണെന്ന് സൗണ്ട് ഇതിന് ചെവിടെ ഓർത്തപ്പോഴാണ് ശരണം വിളിയാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ. അത് നല്ല രസമാണ്. അപ്പോൾ നാളെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കാം, എന്നിട്ട് മറ്റന്നേ പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുട്ടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മളിപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്തതിന് ഫുള്ളിങ്ങനെ അങ്ങനെ മാറാലൊക്കെ തട്ടി ഫുള്ള് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഫാനോ ലൈറ്റോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നാറുണ്ടോ എന്ന്. കാരണം എനിക്ക് മുന്നേ തോന്നാറുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ഒരു വെളിച്ചം തോന്നും. എപ്പോഴും ഇടുന്ന പോലെയല്ല, പുതിയൊരു എന്തോ ഒരു വെളിച്ചം നമുക്ക് കൂടുതൽ തോന്നും. അതുപോലെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതൽ പോലെ തോന്നും. നോർമലി കറങ്ങണ സ്പീഡല്ലാണ്ട് തന്നെ ഓവർ സ്പീഡ് പോലെ തോന്നും. ഇത് എനിക്ക് മാത്രമാണോ ഈ അസുഖമുള്ളത് എന്ന് അറിയാനാണ്. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഇഷ്ടമാവുകയാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.